ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കമന്റ്സ്. എന്താണ് കമന്റ്സ്, എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കമന്റ്സുകൾ വരും. നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കമന്റ്സ് ഇടാറുണ്ട്. ചിലർ വളരെ വൾഗറായിട്ട് ഇപ്പോൾ എക്സ്പെഷ്യലി ഗേൾസോ ലേഡീസോ ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ അവര് വൾഗറായിട്ട് ചിലർ കമന്റ് ഇടാറുണ്ട്. ചിലര് വളരെ അസഭ്യമായിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കമന്റ്സുകൾ ഇടാറുണ്ട്. ചില കമന്റ്സുകൾക്ക് നമുക്ക് ഒരിക്കലും മറുപടി കൊടുക്കാൻ പറ്റാത്ത കമന്റ്സുകളൊക്കെ വരാറുണ്ട്. അത്തരം കമന്റ്സുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. എന്നാൽ തന്നെ ഇപ്പോ ഒരു ഞാനൊക്കെ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആരെങ്കിലും പറഞ്ഞത് തെറ്റാണ് എന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യല് ഞാൻ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്നെയൊക്കെ ഇപ്പൊ 2-3 യൂട്യൂബേഴ്സ് ഒക്കെ എന്നെ ഇങ്ങനെ എന്റെ കോണ്ടാക്ട് വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് കമന്റ്സുകളും ഞാൻ ഉപയോഗിക്കുന്ന 4-5 ഐഡിയകളൊക്കെ അവർ ബ്ലോക്കഡ് ആണ്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടാത്തവരെ പലരെയും ബ്ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കമന്റുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. ആ കമന്റ്സ് മാത്രം റിമൂവ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ റിപ്പോർട്ട് അടിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് അറിയുന്നവർ 90% ബാക്കി 10% പേർക്ക് അറിയാത്തതുണ്ടാവുള്ളൂ. ഈ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇവിടുന്ന് അങ്ങോട്ട് അറിയുന്നവർ കാണണമെന്നില്ല, അറിയാത്തവർ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് പറഞ്ഞ് കമന്റ്സ് ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് കമന്റ്സ്, അതാദ്യം ഞാൻ പറയാം. കമന്റ്സിന്റെ പ്രത്യേകതകൾ എന്താണ്? ആദ്യമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ കമന്റ്സ് ഒരിക്കലും പല വീട്ടമ്മമാരാണ് മെയിൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഗേൾസുകളൊക്കെ കമന്റ് ബോക്സ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കും. എക്സ്പെഷ്യലി അവരുടെ ഹസ്ബൻഡിന്റെ ഇഷ്യൂസ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരെ പേടിച്ചിട്ടായിരിക്കാം, നാട്ടുകാരെ പേടിച്ചിട്ടായിരിക്കാം, വീട്ടിലെ കല്യാണം ആയിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടുകാരെ പേടിച്ചിട്ടായിരിക്കാം, ഹസ്ബൻഡിനെ പേടിച്ചിട്ടായിരിക്കാം കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. കമന്റ് ബോക്സ് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ അതിലുണ്ടാകുന്ന നിങ്ങൾക്ക് വരുന്ന റീച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ആ ഒരു ട്രാഫിക്കിന്റെ ഒരു സ്പീഡ് ഒരു 50% മിനിമം കുറയും എന്നാണ് പറയുന്നത്. നമുക്കൊരു കമന്റ്സ് വരുന്നു, നമ്മൾ ആ കമന്റ്സിന് റിപ്ലൈ നൽകുന്നു എന്നുള്ള ഒരു തോത് വരുമ്പോഴാണ് വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുക എന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഇനി മറ്റൊരു കാര്യമുണ്ട്. എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കൊരാൾ ഇരുന്ന് നമുക്കൊരു മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ നമുക്കൊരു മെസ്സേജ് നമുക്ക് അയക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ടെക് ഒന്നും പറയുന്നവരെ അല്ല കേട്ടോ, പല നല്ല കണ്ടന്റ് ഇടുന്ന ആൾക്കാരും നല്ല വൈറൽ കണ്ടന്റുകൾ വരുമ്പോഴും അതിന്റെ അടിയിലൊക്കെ വന്ന് കമന്റ് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് എഴുതി അയക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. അവർക്കൊരു ജസ്റ്റ് ലൈക്കോ അല്ലെങ്കിൽ ആ കമന്റ്സിന് അത്രയും അർഹിക്കുന്ന ഒരു അംഗീകാരം പലർക്കും കിട്ടാറില്ല. അത് ഈ കമന്റ് ഇടുന്നവർക്ക് വളരെ വിഷമം ഇതാക്കുന്ന അതാണ്. നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് ചെല്ലുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും അത്. നമുക്ക് കമന്റ്സിന് റിപ്ലൈ തരാത്തവർക്ക് നമ്മൾ കമന്റ് ഇടേണ്ട ആവശ്യമില്ല. കാരണം അവരെ നമ്മൾ അർഹിക്കുന്നില്ല, അവർ നമ്മളെയും അർഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അത് ഞാനിവിടെ പറയാൻ കാരണം, എന്റെ ചാനലിൽ വന്ന എന്റെ ഈ ഒരു ചാനലിൽ നിന്നല്ല, ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു 6ഓളം ചാനലുകളുണ്ട്. ഈ 6ഓളം ചാനലുകൾ എന്ത് കമന്റ്സ് വന്നാലും ഞാൻ റിപ്ലൈ നൽകാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ റിപ്ലൈ നൽകും. എനിക്ക് പെടാത്തതാണെങ്കിൽ ഞാൻ എന്റേതായ രീതിയിൽ മറുപടി നൽകാറുണ്ട്. അതുമല്ല, ഇത് ഈ നാട്ടുകാരെ തന്നെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ഇനി റിപ്പോർട്ട് അടിക്കണോ അതും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്, വെറുതെ കമന്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ അവര് റിപ്ലൈ നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ പിന്നെ ആ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് അവർ നിങ്ങളെ അറിയിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോ നിങ്ങളെല്ലാ യൂട്യൂബേഴ്സും മാക്സിമം കമന്റ്സിന് റിപ്ലൈ നൽകാൻ ശ്രമിക്കുക. അതൊരു എന്താ പറയുക, ഒരു എത്തിക്സിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കമന്റ്സ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുക എന്നല്ലാതെ നമുക്കൊരു ഇഷ്ടപ്പെട്ട വീഡിയോസ് കണ്ടാൽ തിരിച്ചും കമന്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം നമുക്ക്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കമന്റ്സ് ഇടണം. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് നമ്മൾ കരുതണം. എന്നെ അറിയുന്നവരോടും എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈവൻ എനിക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ അടക്കം ഞാൻ ഇതുവരേക്കും ഒന്നിന് പോലും റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. എനിക്ക് എന്തോ ഒരു വലിയൊരു മഹാഭാവം ചെയ്യുന്ന പോലെയാണത്. എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും പോകുക, എനിക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കുകളാണെന്നുണ്ടെങ്കിൽ സമയമില്ലെങ്കിലും ഒക്കെ ഞാൻ അതാണ് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ശീലം നമ്മൾ മറുപടി കൊടുത്ത് ശീലിക്കുക എന്നുള്ളത്, അവിടുന്ന് ഒളിച്ചോടുകയല്ല നമ്മൾ വേണ്ടത്. അല്ലെങ്കിൽ ഈ കമന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കമന്റ് ബോക്സ് ഒരിക്കലും ഓഫ് ചെയ്യരുത്. നിങ്ങൾ വീഡിയോസ് കയറാൻ നിങ്ങളെ സഹായിക്കുന്നു. അതുമല്ല, നമ്മൾ സബ്സ്ക്രൈബേഴ്സുമായി ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മളൊരു അടുത്ത ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വീഡിയോസുകളേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ വീഡിയോസിൽ വരുന്ന കമന്റ്സുകളെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും. അല്ലാതെ നമ്മളെ അറിയുന്നവർ മാത്രം നമുക്ക് കമന്റ് ഇട്ടാൽ നമ്മൾ അതിന് റിപ്ലൈ നൽകുക എന്നുള്ളതൊന്നും നല്ലൊരു പ്രവണതയല്ല. അങ്ങനെയാണ് പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ അറിഞ്ഞു വരല്, അങ്ങനെയാണ് പഠിക്കേണ്ടതും അങ്ങനെയാണ് ചെയ്യേണ്ടതും. ഓക്കെ, ഈ കമന്റ്സിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയി ഞാൻ പറയാൻ കാരണം നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ട്രാഫിക്കിനെ സഹായിക്കുന്നത് കമന്റ്സ് ആൻഡ് ലൈക്കുകളാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ഓക്കെ, അഫ്കോഴ്സ് ലൈക്ക് വന്നാൽ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഡിസ്ലൈക്ക്, ലൈക്ക്, ഏത് ലൈക്ക് ആയാലും കമന്റ് എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് കമന്റ്സ് എങ്ങനെ മേൽ പറഞ്ഞ പോലെ ഹൈഡ് ചെയ്തു വെക്കാം, എങ്ങനെ നമുക്ക് റിപ്പോർട്ട് അടിക്കാം, എങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവരെ ചാനൽ തന്നെ നമുക്ക് മറച്ചു വെക്കാം എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് കാണുക. YT സ്റ്റുഡിയോ എടുക്കുക. ഇതേപോലെ തുറന്നാൽ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിയിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പണ്ടത്തെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്ന അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കാണുന്നത് കണ്ടില്ലേ, മേലെ തന്നെ എന്നോട് കൂട്ടുകൂടിയാൽ നിങ്ങളോടും ഞാൻ കൂട്ടുകൂടും, തിരിച്ചും സപ്പോർട്ട് ചെയ്യാം, വരൂ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ്. അത് ഞാൻ സൈഡിലൊരു 3 ഡോട്ട് ഉണ്ട്, അതിൽ ഞെക്കിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. അവിടെ റിമൂവ്, റിപ്പോർട്ട്, ഹൈഡ് യുവർ ഫ്രം ചാനൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അവരെ നിങ്ങളെ ചാനലിൽ നിന്നും മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് മേലെ ഉള്ളത് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനെതിരെ യൂട്യൂബിന് കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നൊക്കെയാണ്. ഇവിടെ ഞാൻ ഹൈഡ്, റിമൂവ് എന്ന ഓപ്ഷനാണ് നെക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്കിവിടെ ഹൈഡ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് റിമൂവ് എന്ന ഓപ്ഷൻ നെക്കിയാൽ ആ കമൻറ്റ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാം. ഇനി ഏറ്റവും അടിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ, അതായത് നമുക്കൊരു ചാനലിന് ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കംപ്ലൈൻറ്റ് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അവിടെ എഴുതിയിട്ടുണ്ട് അൺവാണ്ടഡ് കൊമേഴ്സ്യൽ കണ്ടൻറ്റ് ഓർ സ്പാം, പിന്നെ ചൈൽഡ് അബ്യൂസ് ഉണ്ട്, പ്രൊമോട്ടേഴ്സ് ടെററിസം ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, മിസ്സിങ് ഇൻഫർമേഷൻ ഒക്കെ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇതിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ചൈൽഡ് അബ്യൂസ്, അതുപോലെ തന്നെ പ്രൊമോട്ട് ടെററിസം, ഇതൊക്കെ ഇവർ പെട്ടെന്ന്, അതുപോലെ ഈ സെക്ഷലി ഹറാസ്മെൻ്റ് ഒക്കെ ഇതിൽ പെടുന്നത്, രണ്ടാമത്തേതിൽ പെടുന്നതാണ്. ഇത്തരത്തിൽ ഉള്ളതിനൊക്കെ യൂട്യൂബ് പെട്ടെന്ന് അവരതിനുള്ള റിപ്പോർട്ട് എടുക്കും. പക്ഷെ ഒരു റിപ്പോർട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ റിപ്പോർട്ട് അടിച്ചത് കൊണ്ട് ചാനൽ പോകുന്നില്ല. ഒരുപാട് ആൾക്കാർ സെയിം റീസൺ കൊണ്ട് റിപ്പോർട്ട് അടിച്ച് അത് യൂട്യൂബ് ചെക്ക് ചെയ്ത് യൂട്യൂബിന് ഓക്കെ ആണ് എന്ന് തോന്നിയാൽ മാത്രമേ നമുക്കൊരു ചാനൽ ഇങ്ങനെയൊക്കെ പൂട്ടിക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിൽ സത്യം ഉണ്ടായിരിക്കണം എന്നും കൂടെ ഉണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ കുറേ റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് കൊണ്ട് കാര്യമില്ല. ഇഷ്ടംപോലെ ഓപ്ഷനുകൾ അതിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളെ ഒഴിവാക്കാം. ഇപ്പോൾ എനിക്ക് വന്ന ഒരാളെ ഹൈഡ്, റിമൂവ് ഫ്രം യുവർ ചാനൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തിട്ട് അയാളെ പതുക്കെ ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഹൈഡ്, റിമൂവ് എന്നുള്ള സാധനം എടുത്തു, അടിച്ചു. ഓക്കെ, അയാൾ പോയി. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇതാണ് കമന്റ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ കമന്റ്സിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്തൊരു വേറൊരു വീഡിയോസിൽ ചെയ്യാം. തീർച്ചയായിട്ടും കമന്റ്സ് എന്ന് പറയുന്നത് ഒരു ചാനലിന്റെ മുഖ്യമായ ഘടകമാണ്. അതുപോലെ തന്നെ കമന്റ്സിന് മറുപടി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എന്റെ വീഡിയോസ് കാണുന്നവർ ഇനിയെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ്. പലതോടൊപ്പം തന്നെ എവിടെയും പോയി സ്പാം കമന്റുകൾ ഇടാതിരിക്കുക, ആവശ്യമില്ലാത്ത കമന്റുകൾ ഇടാതിരിക്കുക, നമ്മുടെ സ്വന്തം വിലയും നിലയും കളഞ്ഞിട്ടുള്ള കമന്റുകൾ ഇടാതിരിക്കുക. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ മക്കളെ കൂട്ടുകൂടൂ, നിങ്ങളോടൊപ്പം ഞാൻ വരാം, എന്റെ കൂടെ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കൂടെ ഞാനും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സബിന് വേണ്ടി ഇറക്കുന്നത്. ഞാനിത് എല്ലാ വീഡിയോസിലും ഇതിനെക്കുറിച്ചും വാച്ചിങ് അവർ കയറ്റുന്നതിനെ കുറിച്ചൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. കാരണം അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അത്രയും വലുതായത് കാരണമാണ് ഞാൻ പറയുന്നത്. പലരും നിങ്ങൾക്ക് പല ഐഡിയാസും പറഞ്ഞു തരും സബ് കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ സബ് കൂട്ടാൻ ഒരു ഐഡിയകളും ഇല്ല എന്നുള്ളതാണ്. ഓർഗാനിക്കായി നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നവർ നമ്മളെ സബ് ചെയ്യുക എന്നുള്ളത്
മാത്രമാണുള്ളത്. അത് കമന്റ്സിലൂടെ നമ്മൾ ഇങ്ങനെ ഇരന്ന് വാങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോ കുറച്ചൊരു മുന്നൊരു ലേഡിയുടെ ഒരു ചാനൽ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ വന്നുകൊണ്ട് എൻ്റെ ചാനലിൽ എൻ്റെ കമന്റ് ബോക്സിൽ ഞാനൊരു വീഡിയോ ലിങ്ക് ചെയ്ത് വെക്കാം, ആ ലിങ്കിൽ വന്നുകൊണ്ട് നിങ്ങൾ കണ്ട് നിങ്ങൾ അവർക്ക് സബ് ചെയ്ത് നിങ്ങൾ അവർക്ക് വാച്ചിങ് അവർ കൂട്ടി കൊടുത്താൽ നിങ്ങളുടെ വാച്ചിങ് അവർ നിങ്ങളെ അവരും തിരിച്ച് ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടുള്ള ഒരു ഇതൊക്കെ. അപ്പൊ അത്തരത്തിൽ പോലും നിങ്ങൾ ചെയ്യാതിരിക്കും. നിങ്ങൾക്ക് കണ്ടന്റ് ഇടാൻ കഴിയുമോ, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, നിങ്ങളെ കണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടമാണോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഓർഗാനിക് ആയിട്ട് വരും. ആ സബ് മതി നിങ്ങൾക്ക്. ഓക്കെ, ഈ സബ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു കൗണ്ടിങ് മാത്രമാണ്. 1000 സബ് എന്ന് പറയുന്നത് നിങ്ങൾ 4000 മണിക്കൂർ തികക്കുന്നതിന് മുന്നോടിയായിട്ടും നിങ്ങൾക്കത് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ഒരു നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരേക്കും വണക്കം.